ഈ യോഗത്തിൽ ബിനോയ് വിശ്വം മുഖ്യമന്ത്രി മാത്രമാണല്ലോ അല്ലേ? ഇരുവരും മാത്രമുള്ളൊരു ചർച്ചയല്ലേ? അതോ CPIയുടെ മറ്റു മന്ത്രിമാർ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നിലവിലിപ്പോൾ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. പിന്നാലെ ബിനോയ് വിശ്വവും ഇവിടെ ഗസ്റ്റ് ഹൗസിലെത്തി. ഇപ്പോൾ കെ രാജനും അതോടൊപ്പം തന്നെ പി പ്രസാദ് അടക്കമുള്ളവരും ഗസ്റ്റ് ഹൗസിലുണ്ട്. അല്പം മുമ്പ് ഇവർ തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച തുടങ്ങിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കെ രാജൻ ഇവിടുന്ന് കയറിപ്പോയപ്പോഴും പറഞ്ഞത് തീരുമാനമാകുമോ എന്ന് ചോദിച്ചപ്പോൾ തീരുമാനമല്ലല്ലോ, നിലപാടല്ലേ പ്രശ്നം എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ കെ രാജനും വ്യക്തമാക്കിയത്. അതായത് നിലപാടിൽ നിന്ന് ഒരു തരത്തിലുള്ള മാറ്റവുമില്ല എന്ന കാര്യം തന്നെയാണ് നിലവിൽ ഇന്ന് കൂടിയ എക്സിക്യൂട്ടീവിലെ തീരുമാനം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയും നടത്തുക. ഇപ്പോൾ മന്ത്രിമാർ എത്തിയിട്ടുണ്ട്, മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു തരത്തിലുള്ള അനുമതിയും തങ്ങൾ നൽകുകയില്ല എന്ന നിലപാടിൽ തന്നെയാണ് CPIയുടെ മന്ത്രിമാരുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ തന്നെയാണ് എക്സിക്യൂട്ടീവിലും തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് ചേരുക. ആ സെക്രട്ടേറിയറ്റിനുള്ള ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ സെക്രട്ടേറിയറ്റ് സംബന്ധിച്ച് തീരുമാനമെടുക്കും. പ്രധാനമായിട്ടും ഇന്ന് എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്നത് ഇടതുമുന്നണി വിളിക്കണം, അടിയന്തരമായിട്ട് ഇടതുമുന്നണി വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം എന്ന കാര്യം തന്നെയാണ് ഇന്നിപ്പോൾ എക്സിക്യൂട്ടീവിലും തീരുമാനമായിരിക്കുന്നത്. ആ കാര്യം ബിനോയ് വിശ്വം ഇന്ന് മുഖ്യമന്ത്രിയെ അറിയിക്കും. എന്തായാലും നേരത്തെ തന്നെ LDF കൺവീനറിനെ സംബന്ധിച്ച് കത്ത് നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈകാതെ ഇടതുമുന്നണി ഉണ്ടാകും. പക്ഷേ വരുന്ന 2 ദിവസങ്ങൾക്ക് ശേഷം ഈ 1-ാം തീയതി മന്ത്രിസഭാ യോഗമുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ പങ്കെടുക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ മന്ത്രിമാർ പറഞ്ഞതാണ്, ഈ നിലപാടിൽ നിന്ന് ഒരു തരത്തിലുള്ള മാറ്റവും വേണ്ട, അങ്ങനെ ഒരു മാറ്റം ആയിട്ട് മുന്നോട്ട് പോകാനും താല്പര്യമില്ല, രാജിവെക്കണമെങ്കിൽ രാജിവെച്ച് മാറി നിൽക്കാനും തയ്യാറാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പി പ്രസാദും കെ രാജനുമൊക്കെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചതാണ്. സ്വാഭാവികമായിട്ടും ഈ നിലപാടിൽ നിന്ന് ഒരു മാറ്റവുമില്ല എന്ന തീരുമാനം തന്നെയായിരിക്കും മുഖ്യമന്ത്രിക്ക് മുമ്പാകെ ബിനോയ് വിശ്വം അറിയിക്കുക. ശരി, എന്തായാലും നിർണായകമായ കൂടിക്കാഴ്ചയാണ്. ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൗസിലാണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രി CPI നേതാക്കളെ കാണുകയാണ്. CPI മുന്നോട്ട് വയ്ക്കുന്ന എതിർപ്പ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സിലബസിലൊക്കെയുള്ള CPI ഉന്നയിക്കുന്ന ആശങ്ക, അത് ഏതു വിധത്തിലാണ് മുഖ്യമന്ത്രി അതിനൊരു കൃത്യമായ ഉത്തരം നൽകുക, അല്ലെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ ചേരേണ്ട ആവശ്യകത എന്താണ് എന്ന് സംബന്ധിച്ച് അത് സാമ്പത്തികമായിട്ടുമൊക്കെ സർക്കാരിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നോട്ട് പോകാൻ ഈ പദ്ധതിയുടെ ഭാഗമായി തീരൂ എന്ന ഒരു സാഹചര്യമുണ്ട്. അത് CPI മുഖ്യമന്ത്രി ബോധിപ്പിക്കും എന്ന് കരുതാം. ഏതു വിധത്തിലാണ് ഇരുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഒരു തങ്ങളുടെ നിലപാടിലൊരു മയം വരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഒരു സമവായം സാധ്യവുമല്ല, പ്രശ്നം വരികാൻ സാധ്യവുമല്ല. അപ്പോൾ ഇരുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ആ രീതിയിലുള്ള ഒരു പരിഹാര ശ്രമം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ശ്യാം തുടരുന്നുണ്ട്. ശ്യാം, ഇപ്പോൾ എക്സിക്യൂട്ടീവിലെടുത്ത തീരുമാനത്തെക്കുറിച്ച് ശ്യാം നേരത്തെ സൂചിപ്പിച്ചല്ലോ, പൂർണ്ണമായും PM ശ്രീ പദ്ധതിക്കെതിരായ ആ നിലപാടിൽ അങ്ങനെ തന്നെ നിൽക്കുക എന്നതാണ്. അപ്പം അങ്ങനെ ഒരു കട്ടയ്ക്ക് ഒരു തീരുമാനമെടുത്ത് ഒരു യോഗത്തിന് പോയാൽ അതിൻ്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. ഈ ചർച്ച നിലപാടിൽ മാറ്റമില്ലാതെ നിൽക്കണം എന്ന് പറയുമ്പോഴും ഒരു സമവായ സാധ്യത സ്വാഭാവികമായിട്ടും CPIയിലും ഈ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ടാവില്ലേ? ഇങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയാൽ നമുക്ക് മുന്നോട്ട് പോകാം, അങ്ങനെ തീരുമാനിക്കാതിരിക്കാനും കഴിയില്ലല്ലോ. അതായത് ഈ PM ശ്രീ പദ്ധതിയുമായിട്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് നേരത്തെ കൂടിയ സെക്രട്ടേറിയറ്റും അതോടൊപ്പം തന്നെ ഈ എക്സിക്യൂട്ടീവിലും തീരുമാനം ഉയർന്നത്. അത്തരത്തിൽ ഒരു നിലപാട് മയപ്പെടുത്തുകയാണ് എങ്കിൽ പോലും പാർട്ടിയുടെ ആ ഒരു നിലപാടിലുണ്ടാകുന്ന വ്യതിയാനമായി പോകും എന്ന് തന്നെയാണ് ഭൂരിഭാഗം നേതാക്കളും വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു നിലപാട് മയപ്പെടുത്തൽ അത് വേണ്ട എന്ന ഒരു ഉറച്ച തീരുമാനം, ആ ഉറച്ച തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ആ ഉറച്ച തീരുമാനം തന്നെ പറയുവാൻ തന്നെയാണ് ഇവിടെ ഇപ്പോൾ ബിനോയ് വിശ്വവും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ മന്ത്രിമാരുമൊക്കെ ഈ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ബിനോയ് വിശ്വവും കെ രാജനും കൂടി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റിലടക്കം ഈ കെ രാജനും പി പ്രസാദും അടക്കമുള്ളവർ തന്നെയാണ് പറഞ്ഞത്, അതായത് ഈ മന്ത്രിസഭയിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിൽക്കണമെങ്കിൽ മാറി നിൽക്കാം, പക്ഷേ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു നിലപാട്, അതിൽ നിന്ന് ഒരു തരത്തിലുള്ള മാറ്റവും വേണ്ട എന്ന കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് സംബന്ധിച്ച് GR അനിൽ തന്നെ പറഞ്ഞത്, ഒരു തരത്തിലുള്ള വെള്ളവും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിമാർ ചേർക്കുകയില്ല എന്ന കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. നിലവിലിപ്പോൾ
അല്പ നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഈ കൂടിക്കാഴ്ച തുടങ്ങും. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ കെ രാജനും ബിനോയ് വിശ്വവും തമ്മിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇനി ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൂടിക്കാഴ്ചയിൽ പ്രധാനമായിട്ടും ഉന്നയിക്കാൻ പോകുന്നത് ഇടതുമുന്നണി വിളിക്കണം, ഇടതുമുന്നണി വിളിച്ച ശേഷം അതിൽ ഇക്കാര്യം ചർച്ച ചെയ്യണം. ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ്. അതായത് PMC പദ്ധതിയുമായിട്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. സാമ്പത്തികത്തിനേക്കാൾ വലുത് അത് നിലപാട് തന്നെയാണ്, ആശയപരമായ നിലപാടിൻ്റെ പ്രശ്നമാണ് എന്നാണ് സംസ്ഥാന സെക്രട്ടറി പോലും വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ആശയപരമായ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്. സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ഇന്ന് എക്സിക്യൂട്ടീവിലും ഐക്യകണ്ഠേന നേതാക്കൾ. ശരി ശ്യാം, എന്തായാലും വളരെ നിർണായകമായ ചർച്ച നടക്കുകയാണ്.